യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ ഇരയുടെ മാതാപിതാക്കൾ. കേസ് അന്വേഷണത്തിൽ മമതയുടെയും കൊൽക്കത്ത പോലീസിന്റെയും ഇടപെടലിൽ ഇവർ അതൃപ്തി അറിയിച്ചു. മകളുടെ ക്രൂരമായ കൊലയിൽ നീതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തെ അടിച്ചമർത്താനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് മാതാപിതാക്കൾ ആരോപിച്ചു. ഈ കേസ് വേഗത്തിൽ ഒതുക്കി തീർക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നടപടികളിൽ ഒട്ടും തന്നെ സംതൃപ്തിയില്ല. മമതയിൽ നിന്ന് നഷ്ടപരിഹാരം സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ലെന്നും പിതാവ് പറഞ്ഞു. ഇതുവരെ അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. അതിൽ കടുത്ത അതൃപ്തിയുമുണ്ട്. ഇതുവരെയുള്ള അന്വേഷണത്തിൽ കാര്യമായിട്ടൊന്നും കണ്ടെത്തിയിട്ടുമില്ല. പുരോഗതി ഉണ്ടാവുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നുവെന്നും പിതാവ് പറഞ്ഞു. മമത പറഞ്ഞത് എത്രയും വേഗം പ്രതികളെ പിടിക്കുമെന്നായിരുന്നു. എന്നാൽ ഇതുവരെ ഒന്നും നടന്നിട്ടില്ലെന്നാണ് പെൺകുട്ടിയുടെ അമ്മ പറയുന്നത്. ആശുപത്രിയിലെ ചെസ്റ്റ് മെഡിസിൻ വിഭാഗത്തിനും ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്നാണ് പിതാവ് ആരോപിക്കുന്നത്. ഈ വിഭാഗത്തിൽ നിന്നുള്ളവരോ കോളേജിൽ നിന്നുള്ളവരോ ഞങ്ങളുമായി സഹകരിച്ചിട്ടില്ല. ആ വിഭാഗം മൊത്തം ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ്. ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. നിരവധി പേർ ഇതിൽ പങ്കാളികളാണെന്നും ഉറപ്പാണ്. ആ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ മൊത്തം ഉത്തരവാദികളാണെന്നും ഇരയുടെ പിതാവ് തുറന്നടിച്ചു. നിരവധി മൃതദേഹങ്ങൾ അന്നവിടെ സംസ്കരിക്കാനുണ്ടായിരുന്നു. എന്നാൽ തന്റെ മകളുടെ മൃതദേഹം അവർ ആദ്യം സംസ്കരിക്കുകയായിരുന്നു. 3ഓളം മൃതദേഹങ്ങൾ ആ സമയം അവിടെയുണ്ടായിരുന്നു. ഈ കേസ് ഒതുക്കി തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പോലീസ് വേഗത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം മാറ്റാനാണ് ശ്രമിച്ചതെന്നും ഇരയുടെ അമ്മ പറഞ്ഞു. അതേസമയം സംഭവത്തിൽ നീതി ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടണമെന്നാവശ്യപ്പെട്ട് പത്മ പുരസ്കാര ജേതാക്കൾ രംഗത്തു വന്നു. വിഷയത്തിൽ വ്യക്തിപരമായി ഇടപെടണമെന്നും അതിജീവിതയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് 70ഓളം പത്മ പുരസ്കാര ജേതാക്കൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ഞങ്ങളുടെ രാഷ്ട്രത്തലവൻ എന്ന നിലയിൽ ഈ ഭയാനകമായ സാഹചര്യത്തെ നേരിടാൻ നിങ്ങളുടെ വ്യക്തിപരമായ ഇടപെടൽ അഭ്യർത്ഥിക്കുന്നു. ഇത്തരം ക്രൂരമായ പ്രവൃത്തികൾ മെഡിക്കൽ പ്രൊഫഷണലുകളുടെ സേവനത്തിന്റെ അടിത്തറ തന്നെ ഇളക്കുന്നതും സ്ത്രീകൾ, പെൺകുട്ടികൾ കൂടാതെ ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്കെതിരായ അതിക്രമങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതിന്റെ അടിയന്തര ആവശ്യകത ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുവെന്ന് കത്തിൽ പറയുന്നുണ്ട്. നേരത്തെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. എല്ലാ ആശുപത്രികളുടെയും സുരക്ഷാ പ്രോട്ടോകോളുകൾ വിമാനത്താവളങ്ങളിൽ നൽകുന്ന സുരക്ഷയുടെ നിലവാരത്തിലേക്ക് ഉയർത്തണമെന്നും ആരോഗ്യ പ്രവർത്തകരെ അക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള കേന്ദ്ര നിയമം നടപ്പിലാക്കണമെന്നുമായിരുന്നു IMA യുടെ ആവശ്യം.